ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഏതൊരാളെയും നിത്യത വരെ എത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വചനം അതേ നിലകളിൽ അനുസരിക്കുകയും ജീവിതത്തിലുടനീളം അത് പാലിക്കുകയും ചെയ്താൽ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് തന്നെയല്ലേ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ പ്രിയരെ, യാതൊരു വസ്തുവകകളുമല്ല നമ്മുടെ ജീവന് ആധാരമായിരിക്കുന്നത്. ഇന്നത്തെ ഈ ചെറിയ ചിന്തയും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം വായിക്കട്ടെ. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടെ അല്ല, കുറെ കൂടി ശരിയാക്കി പറഞ്ഞാൽ നിത്യജീവന് ഉടമകളാകണം എന്ന ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന എത്ര പേരുണ്ട്. ചെറിയ പനി മുതൽ എത്ര വലിയ രോഗമാണെങ്കിലും ഓരോ രോഗത്തിൻ്റെ പേര് പറയുന്നില്ല. അതിൻ്റെ സൗഖ്യത്തിനു വേണ്ടി 10 രൂപ മുതൽ എത്ര വലിയ കടഭാരമോ അല്ലെങ്കിൽ ഞെരുക്കമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി, ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി, ഇങ്ങനെ ഭൗതികമായ അനേക വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പല ആളുകളും കർത്താവിനെ സമീപിക്കുന്നതെന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇത് പറഞ്ഞതുകൊണ്ട് ഭൗതികം വേണ്ട എന്ന് ആരും ചിന്തിക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇപ്പോൾ വായിച്ച ഈ വാക്യം കർത്താവ് തന്നെ അരുളി ചെയ്തതാണ്. 39-ാം വാക്യം മുതലാണ് വാസ്തവത്തിൽ അത് നമ്മളൊന്ന് പഠിക്കേണ്ടത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ദൈവവചനം അറിയാത്തവരെയോ അന്വേഷിക്കാത്തവരെയോ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിനംപ്രതി ദൈവവചനം പരിശോധിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് കർത്താവ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അന്നത്തെ യഹൂദന് ബാധകമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയമായിട്ടും ഇത് ബാധകമാണ്. ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ മഹാനായ ഒരു ചിത്രകാരനെ സന്ദർശിക്കുവാൻ ഒരാൾ അദ്ദേഹത്തിൻ്റെ ചിത്രശാലയിലെത്തി. അവിടെയെല്ലാം അമൂല്യമായ കല്ലുകൾ പതിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സന്ദർശകൻ അത്ഭുതപ്പെട്ടു പോയി. എന്തിനാണ് ഇങ്ങനെ ഈ കല്ലുകൾ ഇവിടെ പതിപ്പിച്ചിരിക്കുന്നതെന്ന ഈ മനുഷ്യൻ്റെ ചോദ്യത്തിന് ചിത്രകാരൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കണ്ണുകൾക്ക് പ്രചോദനവും ശക്തിയുമേകുവാൻ അവ ആവശ്യമാണ്. ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങുകളെയും നിറങ്ങളെയും മാത്രം നോക്കിയിരുന്നാൽ അവയോടുള്ള എൻ്റെ അഭിനിവേശം നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. എന്നാൽ ഈ കല്ലുകൾ എൻ്റെ പ്രതിഭയെ ദീപ്തമാക്കുകയും എൻ്റെ കണ്ണുകൾക്ക് ഉന്മേഷം പകരുകയും ചെയ്യുന്നു. നമുക്ക് തിരിച്ചറിയേണ്ട ചില ആത്മീയ സത്യങ്ങൾ ഇതിനകത്തുണ്ട്. ചെറുതായി ഒന്ന് വിശദീകരിക്കാം. യഹൂദന്മാർ തിരുവെഴുത്തുകളെ ദിനംപ്രതി ശോധന ചെയ്യുന്നവരായിരുന്നു. യാതൊരു തർക്കവുമില്ല ആ കാര്യത്തിന്. തിരുവെഴുത്തുകളിൽ മാത്രമാണ് നിത്യജീവനെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുന്നത് കർത്താവിനെ കുറിച്ചാണെന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കൾ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇത് തന്നെയാണല്ലോ: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലേ പറഞ്ഞത്. അവർ പലതും അറിഞ്ഞിരുന്നു. തിരുവെഴുത്തുകൾ അവർ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അത് പരിശുദ്ധാത്മാവിനാൽ ദീപ്തമായിരുന്നില്ല. വചനം ജഡം ധരിച്ച ദൈവപുത്രൻ അവർക്ക് മുമ്പിലൂടെ നെടുകയും കുറുകയും നടക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴൊന്നും അവർ തിരിച്ചറിഞ്ഞില്ല ഇത് സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആയിരിക്കും എന്ന്. ഇവരിൽ ചിലരുടെ ചോദ്യങ്ങൾ ഒരാൾ ചോദിച്ചത് ഇങ്ങനെയാണ്: നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന്. അവർ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയായിരിക്കാം: ശബ്ബത്തുകളെ ലംഘിക്കുന്ന വിപ്ലവകാരിയെന്ന്. ഇങ്ങനെയുള്ള ബുദ്ധിശൂന്യമായ നിഗമനങ്ങളത്രേ അവർ കർത്താവിനെ ക്രൂശിക്കുവാൻ കാരണമായി തീർന്നത്.
നമ്മുടെ ആത്മീയ ദർശനം കറയില്ലാത്തതായി തീരണമെങ്കിൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സൃഷ്ടിക്കും ആദ്യജാതൻ, ഇങ്ങനെ അനേക വിവരണങ്ങൾക്ക് അർഹനായ കർത്താവിനെ തിരിച്ചറിയുക മാത്രമേ വഴിയുള്ളൂ. വചനത്തിൽ അനേക ഇടങ്ങളിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൊലോസ് ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം മാത്രമൊന്ന് വായിക്കട്ടെ. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു എന്ന് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കർത്താവിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനം അതിൻ പ്രകാരം മനസ്സിലാക്കി അങ്ങയെ സേവിപ്പാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. യേശു